ആശാ വർക്കർമാരുടെ സമരം ശക്തമായി നടക്കുകയാണല്ലോ. ഇത്ര ദീർഘമായ ഒരു സമരം നടന്നിട്ടും സെക്രട്ടേറിയറ്റിന് മുന്നിൽ, ഭരണസിരാ കേന്ദ്രത്തിന് മുന്നിൽ നടന്നിട്ടും അതൊന്നും വേണ്ട രീതിയിൽ ഇടപെടാനോ പ്രശ്നപരിഹാരം ഉണ്ടാക്കാനോ സർക്കാർ ഇതേവരെ തുനിഞ്ഞിട്ടില്ല. തികഞ്ഞ നിഷേധ മനോഭാവമാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പ്രകടമാകുന്നത്. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും എന്നുള്ളത് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. അടുത്ത കാലത്താണ് പുതുശ്ശേരി മുഖ്യമന്ത്രി ആശാ സഹോദരിമാരുടെ ഇൻസെൻറ്റീവ് കാര്യമായ രീതിയിൽ വർദ്ധിപ്പിച്ചത്. മറ്റ് സംസ്ഥാനങ്ങളും ആ തുലയിൽ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ വേണമെങ്കിൽ അതിനൊരു യാതൊരു പ്രയാസവുമില്ല. പക്ഷേ സംസ്ഥാന സർക്കാർ ആശാ സഹോദരിമാരോട്, അംഗൻവാടി സഹോദരിമാരോട് തികഞ്ഞ നിഷേധഭാവമാണ് നിൽക്കുന്നത്. ഒരു ജനാധിപത്യ ഗവൺമെൻറ്, പ്രത്യേകിച്ചും ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് സമരങ്ങളോട് കാണിക്കുന്ന ഈ അലർജി ഉണ്ടല്ലോ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് തന്നെ, അവർക്ക് തന്നെ അപമാനകരമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇന്നൊരു പ്രത്യേകമായൊരു കാര്യം കൂടി ഇവിടെയുണ്ട്. ആശാ സഹോദരിമാർക്ക് ആദ്യമായി 2000 രൂപ ഒരു പഞ്ചായത്ത് ഇൻസെൻറ്റീവ് വർദ്ധിപ്പിച്ചത് വെച്ചൂച്ചിറ പഞ്ചായത്താണ്. പത്തനംതിട്ട ജില്ലയിലെ വെച്ചൂച്ചിറ പഞ്ചായത്ത്. ആ വെച്ചൂച്ചിറ പഞ്ചായത്ത് പ്രസിഡൻറ്റ് ശ്രീ ജെയിംസ് നമ്മോടൊപ്പം സന്നിഹിതനായിട്ടുണ്ട്. പ്രിയപ്പെട്ട ജെയിംസിനെ കഴിഞ്ഞ ദിവസം ഞാനവിടെ പോയിരുന്നു. പഞ്ചായത്ത് മെമ്പർമാരെയും പ്രസിഡൻറ്റ് ജെയിംസിനെയും ആദരിച്ചു, സെക്രട്ടറിയെ ആദരിച്ചു. ഏതായാലും ജനങ്ങളുടെ ഭാഗത്തുനിന്നും വലിയൊരു പിന്തുണയാണ് കണ്ടത്. ഏതായാലും വെച്ചൂച്ചിറയുടെ മാതൃക കേരളത്തിൽ നിരവധി സ്ഥലങ്ങളിൽ UDF പഞ്ചായത്തുകളും മറ്റ് പഞ്ചായത്തുകളും മറ്റ് തദ്ദേശഭരണ സ്ഥാപനങ്ങളും അനുകരിച്ചു വരുന്നു എന്ന് കാണുന്നതിൽ പ്രത്യേകമായ സന്തോഷമുണ്ട്. സ്വാഭാവികമായി സർക്കാർ പ്രതിക്കൂട്ടിലാകുകയാണ്. ഒരു പഞ്ചായത്ത് വിചാരിച്ചാൽ ഇത്രയെങ്കിലും നടക്കുമെങ്കിൽ ഒരു സർക്കാരിന് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? അപ്പോൾ സർക്കാരിൻ്റെ മനഃപൂർവമായ വീഴ്ചയാണ് ഈ സമരം പരിഹരിക്കുന്നതിൽ കാണിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ദുരഭിമാനം വെടിഞ്ഞ്, രാഷ്ട്രീയ തിമിരം വെടിഞ്ഞ് അത് മാറ്റിവെച്ച് ഇനിയെങ്കിലും ഈ പ്രശ്നത്തിന് ന്യായമായ പരിഹാരമുണ്ടാക്കാൻ ആശാ സഹോദരിമാരുടെ, അംഗൻവാടി സഹോദരിമാരുടെ ഈ ന്യായമായ പ്രശ്നങ്ങളിൽ പരിഹാരമുണ്ടാക്കാൻ സർക്കാർ മുന്നോട്ട് വരണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാൻ. ഈ മാതൃക ഇന്ന് പഞ്ചായത്തുകളൊക്കെ മിക്കവാറും സാമ്പത്തിക ശേഷിയുള്ള പഞ്ചായത്തുകൾ, അതാണ് തനതായ ഫണ്ടിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്ന സാമ്പത്തിക ശേഷിയുള്ള ജനാധിപത്യ ബോധമുള്ള എല്ലാ പഞ്ചായത്തുകളും മറ്റ് സ്ഥാപനങ്ങളും തദ്ദേശഭരണ സ്ഥാപനങ്ങളും ഈ കാര്യത്തിൽ മുന്നോട്ട് വരും എന്ന ഉറച്ച പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്.